ആനിയുടെ ശവസംസ്കാര ചടങ്ങിൽ അവളുടെ എല്ലാ കുട്ടികളും ആ കുട്ടികളെ ദത്തെടുത്ത മാതാപിതാക്കളും എത്തുന്നു. അങ്ങനെ ആനിയെ അടക്കം ചെയ്ത ശേഷം കുട്ടികളും അവരുടെ കുടുംബങ്ങളും കണ്ണീരോടെ പിരിയുന്നു. കൂട്ടത്തിൽ അനാഥനായ റോണിയെ ഫാദർ വട്ടപ്പാറ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു. എന്നാൽ റോണിയുടെ ഇരട്ട സഹോദരനായ ടോണിയെ ദത്തെടുത്ത മാതാപിതാക്കൾ തിരിച്ചുവന്ന് റോണിയെ കൂടെ കൂട്ടുന്നതോടെ സിനിമ അവസാനിക്കുന്നു. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. 25-ലേറെ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മീനു ഇപ്പോൾ ഒരു സ്കൂൾ അധ്യാപികയാണ്. വിവാഹം കഴിച്ചിട്ടില്ല. ടോണി വളർന്ന് ഒരു വലിയ ബിസിനസ്മാനായി മാറി. റോണിക്ക് ശാരീരിക പ്രയാസമുണ്ടെങ്കിലും അവൻ അസാധാരണമായ മനസ്സിന്റെ ഉടമയാണ്. ചിത്രരചനയാണ് റോണിയുടെ ലോകം. എന്നാൽ അല്പം വർഷങ്ങൾക്ക് മുൻപ് റോണിക്ക് ഒരു വൃക്കരോഗം ബാധിച്ചു. മോനു ഒരു പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ആണ്. ദത്തെടുത്ത ഡോക്ടർ ദമ്പതികൾ അവനെ പഠിപ്പിച്ച് അവരെ പോലെ തന്നെ മിടുക്കനായ ഒരു ഡോക്ടറാക്കി മാറ്റുകയായിരുന്നു. എല്ലാവരും തമ്മിൽ വല്ലപ്പോഴുമൊക്കെ ഒരു ഫോൺ വിളിയിലോ വാട്സപ്പ് സന്ദേശത്തിലോ ഒക്കെയായി ബന്ധം പുതുക്കാറുണ്ട്. പക്ഷേ കൂടിക്കാഴ്ചകളൊന്നും തന്നെ ഉണ്ടാകാറില്ല. തിരക്കുകൾക്കിടയിൽ അവർക്കാർക്കും സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഒരു ദിവസം റോണിയുടെ ആരോഗ്യനില മോശമായി. വൃക്ക മാറ്റിവെക്കാതെ രക്ഷയില്ല എന്ന അവസ്ഥ വന്നു. ആ സാഹചര്യത്തിൽ ഇരട്ട സഹോദരനായ ടോണി റോണിക്ക് തന്റെ വൃക്ക നൽകാൻ തയ്യാറായതാണ്. പക്ഷേ ടിഷ്യൂ മാച്ചിങ് പരിശോധനകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനാൽ ടോണിയുടെ ആ ശ്രമം നടന്നില്ല. അതോടെ റോണിയുടെ അവസ്ഥ കൂടുതൽ മോശമായി. അവന്റെ ആരോഗ്യനില അത്തരത്തിൽ മോശമായി തുടങ്ങി എന്നറിഞ്ഞ ടോണി അവന്റെ ഭാഗത്തുനിന്നും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനുയോജ്യമായ ദാതാവിനെ കണ്ടെത്താനാകുന്നില്ല. ഫാദർ വട്ടപ്പാറയും റോണിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ദിവസം ഫാദർ വട്ടപ്പാറ മരണപ്പെടുന്നു. വാർദ്ധക്യ സഹജമായ രോഗമായിരുന്നു മരണകാരണം. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ആനിയെയും റോണിയെയും ടോണിയെയും മോനുവിനെയും തേടി ഒരു കത്ത് വരുന്നത്. അത് ഫാദർ വട്ടപ്പാറ തന്റെ മരണത്തിന് മുൻപേ തന്നെ അവർക്ക് അയച്ച ഒരു കത്താണ്. അത് ആനിയുടെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്തിന്റെ കോപ്പിയായിരുന്നു. അതിൽ ആനി ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ മക്കളെല്ലാം വളർന്നു വലുതായ ശേഷം അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കണം. ഞാനില്ലെങ്കിലും അവർ പരസ്പരം വിട്ടുപോകരുത്. അവർ 4 പേരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് എന്റെ ആത്മാവ് പോലും സന്തോഷിക്കുക. എന്റെ മക്കൾ ഒരുമിച്ചുണ്ടെങ്കിൽ അതാണ് എന്റെ സ്വർഗമെന്ന്. കൂട്ടത്തിൽ ഫാദർ വട്ടപ്പാറയുടെ ഒരു കത്തും ഉണ്ടായിരുന്നു. അതിൽ അയാൾ ഇങ്ങനെ എഴുതിയിരുന്നു: ഇത് ആനി മരണപ്പെടും മുൻപ് അവൾ എനിക്ക് അയച്ച കത്താണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കത്തിന് ഇനി പ്രസക്തിയില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ ഈ കത്ത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ ഇപ്പോൾ റോണിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണം. അവനെ ചേർത്ത് പിടിക്കണം. ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിനായി മനസ്സ് തയ്യാറെടുക്കുവാൻ വേണ്ടി ഈ കത്ത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും അടുപ്പവും ഈ കത്ത് വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്നു എന്ന് ഫാദർ വട്ടപ്പാറ. അതായിരുന്നു ആ കത്തിൽ അദ്ദേഹം എഴുതിയത്. ആ കത്തിനൊപ്പം മീനുവിനും മോനുവിനും റോണിയുടെ രോഗവിവരങ്ങളുടെ ഗൗരവം കൂടി കത്തുവഴി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം എല്ലാ കത്തിലും അവരുടെ കുടുംബത്തിന്റെ ഒരു പഴയ ഫോട്ടോയും വെച്ചിരുന്നു. ജോണി, ആനി, മീനു, റോണി, ടോണി, മോനു. അവർ 6 പേരുമായിരുന്നു ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. ആനിയുടെ കത്തിന്റെ കോപ്പി വായിച്ചും ഫാദർ വട്ടപ്പാറയുടെ കത്ത് വായിച്ചും ആ 4 മക്കളും ഒരുപോലെ കരഞ്ഞു. ഒപ്പം റോണിയെ കുറിച്ചോർത്തും മീനുവും മോനുവും വിഷമിച്ചു. അങ്ങനെ ആ കത്ത് വായിച്ച ശേഷമാണ് എല്ലാവരും അവരുടേതായ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ആദ്യമായി ഒരുമിച്ച് കുറെ ദിവസങ്ങൾ ഒന്നിച്ച് ചിലവഴിക്കുന്നത്. വർഷങ്ങളായി ഫോണിലൂടെ മാത്രം സംസാരിച്ചിരുന്നവർ വീണ്ടും ഒരു കുടുംബമായി മാറി. റോണിയുടെ രോഗം അവരെ വീണ്ടും ഒന്നിപ്പിച്ചു. മീനു തന്റെ ജോലി മാറ്റിവെച്ച് സഹോദരന്റെ കൂടെ നിന്നു. ടോണി തന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചു. മോനു ചികിത്സയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തു. ഒടുവിൽ അമ്മയുടെ അഭാവത്തിലും അവർ ആദ്യമായി അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചു. അങ്ങനെ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. വൃക്കദാതാവിനെ കണ്ടെത്തി. റോണിയുടെ രക്തഗ്രൂപ്പും ടിഷ്യൂ പൊരുത്തവും ഏറ്റവും അടുത്തത് മീനുവിനാണ്. ഒടുവിൽ ശസ്ത്രക്രിയ ഉറപ്പിച്ചു. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് മീനു റോണിയോട് പറഞ്ഞു: അമ്മയ്ക്ക് നമ്മളെ ഒരുമിച്ച് വളർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അമ്മയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇനി മുതൽ നിന്നിൽ ജീവിക്കാൻ പോകുന്നത് എന്ന്. അത് കേട്ട് റോണിയുടെയും ടോണിയുടെയും മോനുവിന്റെയും കണ്ണുകൾ നിറഞ്ഞു. ഒടുവിൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു. 1 വർഷത്തിന് ശേഷം 4 പേരും അവരുടെ ആ പഴയ വീട് നിന്നിരുന്ന സ്ഥലത്ത് ഒത്തുകൂടുന്നു. പക്ഷേ ഇന്ന് ആ വീടില്ല. അവർ ആ പഴകിയ വീട് പൊളിച്ചു മാറ്റിയിരിക്കുന്നു.
പകരം അവർ അവിടെ ഒരു പുതിയ കെട്ടിടം പണിതിരിക്കുന്നു, ആനി ഹോം. അനാഥരായ കുട്ടികൾക്കും ബുദ്ധിവികാസം കുറഞ്ഞ കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ഭവനം. മീനു ആണ് അവരുടെ വിദ്യാഭ്യാസം നോക്കുന്നത്. മോനു ആരോഗ്യ സംരക്ഷണവും. ടോണി അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. റോണി അവിടുത്തെ കുട്ടികൾക്ക് ചിത്രരചന പഠിപ്പിക്കുന്നു. ഇന്ന് ക്രിസ്മസ് രാത്രിയാണ്. ആ 4 മക്കളും ആ വീട്ടിൽ നിന്ന് ഒന്നിച്ചുണ്ട്. അവിടെ ജോണിയുടെയും ആനിയുടെയും ചിരിച്ച മുഖമുള്ള പടം ചുമരിൽ കാണാം. അതിനു താഴെ ആനിയുടെ വരികൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ മക്കൾ ഒരുമിച്ചുണ്ടെങ്കിൽ അതാണ് എന്റെ സ്വർഗം.